ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ ഏറ്റവും ക്രക്സ് എന്താണ്? കോടതിയുടെ കൈവശം ഇരിക്കുന്ന ഈ അതിജീവിതയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ അത് കോടതിയുടെ കൈവശമാണുള്ളത്. അത് കണ്ടിട്ടുള്ള വളരെ ചുരുക്കം ആളുകളാണ്. ഒന്നൊരു മജിസ്ട്രേറ്റ് കണ്ടിട്ടുണ്ട്, ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റ് കണ്ടിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ വിചാരണ കോടതിയിലാണ് അതുള്ളത്, വിചാരണ കോടതിയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അതിനൊക്കെ വളരെ മുമ്പേ ആരുടെ കയ്യിലുണ്ട്, ആര് കണ്ടിട്ടുണ്ട്? ദിലീപ് കണ്ടിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ബാലചന്ദ്രകുമാർ ദിലീപിൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്ന സമയത്ത് പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ നിങ്ങൾക്ക് കാണണമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു VIP, ആ VIP ആരാണെന്ന് ബാലേന്ദ്രകുമാർ പറയുന്നില്ല, VIP ദിലീപ്, ദിലീപിൻ്റെ അനുജൻ, അളിയൻ, ഇങ്ങനെയുള്ളവരെല്ലാം ചേർന്നുകൂടി ഒരു വലിയ സ്റ്റുഡിയോ പോലുള്ള തിയേറ്റർ പോലുള്ളൊരു സംവിധാനത്തിൽ സാധാരണ ആ വീഡിയോയുടെ ഓഡിയോ 20 ഇരട്ടി വരെ ആംപ്ലിഫൈ ചെയ്യാവുന്ന രീതിയിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ വീഡിയോയുടെ ഓഡിയോ വളരെ ഒട്ടും ഓഡിബിളല്ല, കേൾക്കാൻ കഴിയാത്തതാണ്. പക്ഷേ ഇവർക്ക് എന്താണ് അതിൽ സംസാരിക്കുന്നത് എന്ന് കേൾക്കുന്ന രീതിയിൽ 20 ഇരട്ടി വരെ അതിൻ്റെ വോളിയം ആംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഇത് കണ്ടിട്ടുണ്ട് എന്നാണ് ബാലേന്ദ്രകുമാർ കൊടുത്ത മൊഴി. അപ്പോൾ അതൊരു വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ്. ഈ വെളിപ്പെടുത്തലിനെ കൊറാബറേറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ക്ലിപ്പ് ദിലീപിൻ്റെ അഭിഭാഷകരും ദിലീപും ഈ ജഡ്ജിയുടെ ലാപ്ടോപ്പിൽ നിന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട്. ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ ജഡ്ജിയുടെ ലാപ്ടോപ്പിൽ നിന്ന് ദിലീപിൻ്റെ അഭിഭാഷകരും കണ്ടിട്ടുണ്ട്. ഇൻ ക്യാമറ ഓപ്പറേഷനാണ് ഈ കോടതിയിൽ നടന്നിട്ടുള്ളത്. ഈ കോടതി മുറിയിൽ തന്നെ പലവട്ടം ഇത് പ്ലേ ചെയ്തിട്ടുണ്ട്. ആർക്കു വേണ്ടി? 10-30 വരുമ്പോൾ ദിലീപിൻ്റെ അഭിഭാഷക സംഘത്തിന് കേൾക്കാൻ വേണ്ടി ഇത് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലാപ്ടോപ്പിൽ പ്ലേ ചെയ്താൽ ഒരിക്കലും അതിലെന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ കഴിയില്ല. ഇതിൻ്റെ കോപ്പി വേണം, എനിക്ക് ഈ ദൃശ്യങ്ങളുടെ കോപ്പി വേണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് എവിടെ വരെ പോയി? സുപ്രീം കോടതി വരെ പോയി. ഈ സുപ്രീം കോടതി വരെ പോകുന്ന ഈ ഹർജികളിൽ, ഈ അപ്പീലുകളിൽ ദിലീപ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഫേക്ക് ആണെന്നാണ്. ഇത് ഫേക്ക് ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ഇതിലുള്ള മുഴുവൻ സംഭാഷണവും അതിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് കോടതിയിൽ കൊടുക്കുന്ന എല്ലാ അപ്പീലിലും ദിലീപ് ഈ വീഡിയോ ക്ലിപ്പിലുള്ള സംഭാഷണങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്. ജഡ്ജിയുടെ ലാപ്ടോപ്പിൽ മാത്രം ദിലീപിൻ്റെ അഭിഭാഷകരും അത് കേട്ടിട്ടുണ്ടെങ്കിൽ അതൊട്ടും ഓഡിബിൾ അല്ല എന്നിരിക്കെ അവരെങ്ങനെയാണ് അത് കോട്ട് ചെയ്യാൻ സാധിക്കുന്നത്? അതർവൈസ് ബാലേന്ദ്രകുമാർ പറയുന്നത് പോലെ ഈ പറയുന്ന 20 ഇരട്ടി ആംപ്ലിഫൈ ചെയ്യാവുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യാതെ അവരെങ്ങനെ അത് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ. അതായത് ബാലേന്ദ്രകുമാർ പറയുന്നത് ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണ്. ഈ തെളിവ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ വന്നിട്ട് അത് എങ്ങനെ അന്വേഷിച്ചു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്.